സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So last class we were discussing about Bohr's model of atom and its limitations. നന്നായി പഠിച്ചെന്ന് വിചാരിക്കണു. പഠിക്കാത്തവരൊക്കെ ഒന്ന് നന്നായി പഠിക്കണം കേട്ടോ, കാരണം നല്ലോണം ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൻ്റെ നോട്ട്സ് ഞാൻ പറഞ്ഞ ആ വീഡിയോൻ്റെ ലാസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അപ്പം ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമ്മൾ പറഞ്ഞു ബോർ മോഡൽ ആറ്റത്തിനെ പറ്റി പറഞ്ഞു, അതിൻ്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു. അപ്പോൾ വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ ഈശ്വര, നമ്മളിപ്പോൾ ഏതൊക്കെ മോഡൽ പഠിച്ചു? ജെ തോംസൻ്റെ മോഡൽ പഠിച്ചു, റൂദർഫോർഡിൻ്റെ മോഡൽ പഠിച്ചു, ബോറിൻ്റെ മോഡൽ പഠിച്ചു. എന്നിട്ടൊക്കെ നമ്മൾ എന്ത് ലാസ്റ്റ് പറയും? ഇതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇതൊന്നും അല്ല ആറ്റത്തിൻ്റെ മോഡൽ. അപ്പോൾ നമുക്ക് തോന്നും പിന്നെ ഇപ്പം നമ്മൾ ആറ്റത്തിൻ്റെ മോഡൽ എവിടുന്നാണ് കിട്ടുക? യെസ്, ഇപ്പം നമ്മൾ ഫോളോ ചെയ്യണത്, ഇനി നാളെ നിങ്ങൾ ആരെങ്കിലും പുതിയ മോഡൽ ഓഫ് ആറ്റം കണ്ടുപിടിക്കുമോ എന്ന് അറിയത്തില്ല. എനിവേ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ആറ്റത്തിൻ്റെ മോഡൽ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്. ഇപ്പോൾ നമ്മൾ ജെ തോംസൺസ് മോഡൽ പറഞ്ഞു, പിന്നെ റുദർഫോർഡിൻ്റെ മോഡൽ പറഞ്ഞു, ബോർ മോഡൽ, അതൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് അറ്റ് പ്രസൻറ്റ് വി ആർ ഫോളോയിങ് ഓർ ദി മോഡൽ ഓഫ് ദി ആറ്റം ഇസ് ഗിവൺ സക്സസ്ഫുള്ളി ബൈ ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്തി? ആ ഒരു മോഡലാണ് ആറ്റത്തിന് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്താൻ. പെട്ടെന്ന് ഓടിപ്പോയിട്ട് പുതിയ മോഡൽ വന്നു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ അതിനെപ്പറ്റി, അതായത് ബോറിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനെ ഓവർകം ചെയ്തിട്ട് വേണം അതിലെ ഫോൾട്ടൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടല്ലേ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്കൽ ഓഫ് മോഡലാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്ന മോഡൽ ഓഫ് ആറ്റം. അപ്പം അതിലേക്ക് എത്താൻ ഒരാളോ രണ്ടാളോ വിചാരിച്ചില്ല. കുറേ സയൻറ്റിസ്റ്റുകളുടെ കുറേ എക്സ്പെരിമെൻറ്റ്സും അവരുടെ കുറേ ഇവാലുവേഷൻ കാരണമാണ് ആ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറഞ്ഞൊരു മോഡൽ ഓഫ് ആറ്റം വരുന്നത്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ കുറേ ആൾക്കാരുടെ കുറേ തിയറീസ് ഉണ്ട്. നമുക്ക് മെയിനായിട്ട് അതിലേക്ക് എത്തിച്ച മെയിൻ 2 കാര്യങ്ങളാണ്. ഒന്ന് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഹൈസൻബർഗ് uncertainty പ്രിൻസിപ്പിൾ. ദീസ് 2, ഈ 2 കാര്യങ്ങൾ, ഈ 2 തിയറീസാണ് ആ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റിയ 2 ആൾക്കാർ, അവരുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. അപ്പം നിങ്ങൾ വിചാരിക്കേ, നമ്മളൊരു ഡ്യുവൽ ബിഹേവിയർ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതിൻ്റെ ഡ്യുവൽ ബിഹേവിയർ നമ്മൾ പഠിച്ചത്? യെസ്, നമ്മൾ റേഡിയേഷൻസിൻ്റെ ഡ്യുവൽ ബിഹേവിയർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞു ലൈറ്റ് എനർജിക്ക് വേവ് നേച്ചർ മാത്രമല്ല, അതിനൊരു പാർട്ടിക്കൽ നേച്ചറും ഉണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് റീകോൾ ചെയ്യൂ കേട്ടോ. അതെന്തായിരുന്നു? നമ്മൾ ലൈറ്റ് പോലത്തെ ലൈറ്റ് ഫോട്ടോൺസിനൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ നമ്മൾ പറഞ്ഞു ലൈറ്റിൻ്റെ ഡിഫ്രാക്ഷൻ, ഇൻറ്റർഫറൻസ് ഇതൊക്കെ നമ്മൾ വേവ് നേച്ചർ ഓഫ് ദി ലൈറ്റ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷേ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, പിന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഇതൊക്കെ നമുക്ക് നമ്മുടെ എന്ത് വെച്ചിട്ടാണ് പറയാൻ പറ്റിയത്? നമ്മുടെ പാർട്ടിക്കൽ നേച്ചർ ഓഫ് ലൈറ്റ് വെച്ചിട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലൈറ്റിനൊക്കെ ഡ്യുവൽ നേച്ചർ ഉണ്ടെന്ന് നമ്മൾ അന്ന് നേരത്തെ പഠിച്ചു. അതായത് റേഡിയേഷൻസ് ഹാവ് ഡ്യുവൽ നേച്ചർ. ഇപ്പം ഞാൻ എന്താ പറയുന്നത്? റേഡിയേഷൻ്റെ കാര്യമാണോ പറഞ്ഞത്? ഇല്ല, ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്താ പറയുന്നത്? ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. അതായത് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ, നമ്മൾ 8th 9th പഠിച്ചത്. മാറ്റർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് വിച്ച് ഹാവ് മാസ് ആൻഡ് സ്പേസ് ടു ഒക്യുപ്പൈ. മാസ് ഉള്ളതും സ്പേസ്, അതായത് അതിന് ഒക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസുമുള്ള എന്തിനേയും നമ്മൾ മാറ്റർ എന്ന് പറയും അല്ലേ. പെന്ന്, പെൻസിൽ, സ്കെയില്, റബ്ബറൊക്കെ മാറ്ററാണ്. ഈവൺ ഈ ബോർഡ്, അതിനനുസരിച്ച് ലൈറ്റ്, റേഡിയേഷൻസ്, അതൊന്നും മാറ്ററല്ല, അവർക്കൊരു സ്പേസ് ഒന്നും വേണ്ടല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ പറയുന്നത്? അതായത് ഇതേപോലത്തെ മാറ്ററിന് വേവും പാർട്ടിക്കൽ നേച്ചറും ഉണ്ടോ? ഇതേപോലത്തെ മാറ്ററിന് അത് ഞാൻ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. അപ്പം മെയിൻ ആയിട്ടുള്ള ഇതിൽ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഡീബ്രോഗ്ലി എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്തോളൂ. ഞാൻ പഠിച്ചത് ഡീബ്രോളി എന്നാണ്. അപ്പോൾ ഡീബ്രോളി അദ്ദേഹം ഒരു വലിയ സയൻറ്റിസ്റ്റ്. അപ്പോൾ ഈ സയൻറ്റിസ്റ്റ് പറഞ്ഞു, റേഡിയേഷൻസ്, അതായത് ലൈറ്റിന് പാർട്ടിക്കിളും വേവ് നേച്ചറും ഉണ്ടെങ്കിൽ മാറ്ററിനും പാർട്ടിക്കിളും വേവ് നേച്ചറും ഉണ്ടെന്ന്. എന്താണ്? If light is having a particle and wave nature, then matter is also having both
പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ. ഇവിടെ മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺ എന്താ മാറ്റർ അല്ലേ, അതിന് മാസ് ഉണ്ട്, അതിനൊരു സ്പേസ് വേണം ഒക്യുപ്പൈ ചെയ്യും. സോ ഇലക്ട്രോൺ ഈസ് എ മാറ്റർ. സോ ഹി വാസ് ടെല്ലിങ് ദാറ്റ് ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ. അതായത് ഒരു മാറ്ററിന് നമുക്കറിയാം ഓൾറെഡി മാറ്ററിന് എന്തുണ്ടാവും, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, അതൊരു പാർട്ടിക്കിളാണ്. അതിന് വേവ് നേച്ചർ ഉണ്ടെന്ന് ഡി ബ്രോഗ്ലി പറഞ്ഞു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അദ്ദേഹം കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ആ എക്സ്പെരിമെൻറ്റ്സ് ഒന്നും നമുക്ക് പോകണ്ട. സോ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. ഡി ബ്രോഗ്ലി സജസ്റ്റഡ് ദാറ്റ് the matter is having both particle and wave nature, and he proposed a formula relating mass, velocity and wavelength. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന് ഒരു മാസ് ഉണ്ട് അല്ലേ, ഒബ്ജക്റ്റിന് ഒരു മാസ് ഉണ്ട്, വി എന്ന് പറഞ്ഞ വെലോസിറ്റി ഉണ്ടെങ്കിൽ അതും വേവ് ലെങ്ത്തും എപ്പോഴാണ് ഉണ്ടാവുക, വേവ് ക്യാരക്ടർ ഉണ്ടാകുമ്പോൾ അല്ലേ, വേവ് ലെങ്ത്തും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആൻഡ് ഹീ ഫൗണ്ട് ഔട്ട് ദാറ്റ് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് by mv. This is de Broglie's equation. എന്താണ്, lambda is equal to h by mv. If an object is having a mass of m and v, of velocity of v, then it is related to the wavelength of that substance. That is lambda is equal to h by mv. h എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം, h is Planck's constant and mass, m is mass, v is velocity, and lambda is known as de Broglie wavelength. എന്താ അതിന് പറയുന്നത്, ഡി ബ്രോഗ്ലി അല്ലേ ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു മാറ്ററിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. സോ ക്വസ്റ്റ്യൻ, ഹൗ യു എക്സ്പ്ലെയിൻ ദ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. നമ്മൾ അതും കൂടെ പഠിക്കേണ്ട, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ എന്ന് പറയാം. അപ്പം according to the dual behavior of matter which was proposed by de Broglie, matter is having both wave character and particle nature, and he has given a formula relating wavelength, mass and velocity of a particle by lambda is equal to h by mv, where lambda is the wavelength, m is the mass and v is the velocity, and h is known as the Planck's constant. ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, എന്തായാലും ഒരു പ്രോബ്ലം ഉണ്ടാവും. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനിലും ചോദിക്കാം, കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് എൻ ഒബ്ജക്ട് വിത്ത് മാസ് എം ആൻഡ് ഒരു മാസും തരും വെലോസിറ്റിയും തരും, ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം ബി. ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് 1-2 ഫോർമുലാസും കൂടി ഡിറൈവ് ചെയ്യണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എക്സാമിന് അങ്ങനെയും ചോദിക്കാം. അപ്പോൾ നോക്കി നോക്കാം അങ്ങനെ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത്. ഇതാണ് ഡി ബ്രോഗ്ലിൻ്റെ ഇക്വേഷൻ അല്ലേ, ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം ബി. ഈ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞത് ഇന്നലെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. മാസ് ഇൻറ്റു വെലോസിറ്റി ഇസ് ഈക്വൽ ടു മൊമെൻറ്റം. എന്താണ് മൊമെൻറ്റം? ദാറ്റ് ഇസ് പി. മൊമെൻറ്റം പി എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി. അപ്പോൾ അടുത്ത ഇക്വേഷൻ കിട്ടി. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരാം 1 മാർക്കിൻ്റെ. ദ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ഗിവൺ ബൈ എത്രയും ഒരു മൊമെൻറ്റം തന്നു. ഫൈൻഡ് ഔട്ട് ദ വേവ് ലെങ്ത് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. അയ്യോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാന്നില്ല. മൊമെൻറ്റം കിട്ടിയാൽ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി. ഇനി വേറൊരു ഇക്വേഷൻ ഉണ്ട്, കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്കറിയാം പാർട്ടിക്കിൾസിന് എനർജി ഉണ്ട്. മൂവിങ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിനെന്താണ് കൈനറ്റിക് എനർജി ഉണ്ടാവും അല്ലേ. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഓർമ്മയുണ്ടോ? ഹാഫ് എം വി സ്ക്വയർ. അപ്പം ഞാനിതിൽ നിന്ന് വെലോസിറ്റീനെ എടുക്കാം. ഇങ്ങനെ 2 ഇൻറ്റു കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ എം ഇസ് ഈക്വൽ ടു വി. ഓക്കെ, വി സ്ക്വയർ ഓർ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു കൈനറ്റിക് എനർജി ബൈ എം. ഈ റൂട്ട് രണ്ടിനും കോമണാണ്. ഈ വി എനിക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അയ്യോ ഇനി ഇത് കണ്ട് പേടിക്കേണ്ട കേട്ടോ, അയ്യോ ഇതൊക്കെ പഠിക്കണം. ഇതൊന്നും പഠിക്കേണ്ട, നിങ്ങൾ ഈ ഒരു ഫോർമുല പഠിക്കുക, ഈ ഒരു ഫോർമുല പഠിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് ഡിറൈവ് ചെയ്ത് കാണിച്ച് തരികയാണ്, കാരണം ഈ ഒരു ക്വസ്റ്റ്യനും ചോദിക്കും. അപ്പോൾ ഒരു ഫോർമുല എനിക്ക് കിട്ടും, ആ ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ ആ ഫോർമുല എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമായിട്ടോ ഡെറിവേഷൻ തരുന്നത്. അയ്യോ ഇനി ഡെറിവേഷൻ പഠിക്കണ്ട. So kinetic energy is equal to half mv square. 2 kinetic energy by m is equal to v square, or v is equal to root of 2 into ആണ്. അത് ഞാൻ പിന്നെ എഴുതുന്നില്ല. 2 into kinetic energy by m. അപ്പോൾ ഈ റൂട്ട് ഇതിന് കോമൺ ആണ്. ഇനി ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ആണല്ലോ. അപ്പം എം എഴുതി, വിൻ്റെ വാല്യൂ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താ? റൂട്ട് ഓഫ് 2 ഇൻറ്റു കൈനറ്റിക് എനർജി ബൈ ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിലുള്ള എം ആണ്. അത് ഞാൻ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. റൂട്ട് എം അതായത് ഈ റൂട്ട് ഇതിനും ഉള്ളത്. അപ്പം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ,
ഈ റൂട്ടിലുള്ളൊരു എം ഉണ്ട്, ഇവിടെ ഒരു എം ഉണ്ട്. നിങ്ങൾ മാത്തിൽ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. √2 × √2 എന്താ? √2 × √2 = 2 അല്ലേ? √2 × √2, രണ്ട് റൂട്ടും സെയിം നമ്പേഴ്സിൽ വരുമ്പം അത് നമ്പർ തന്നെയാണ്, √2 × √2. അപ്പോൾ ഈ എമ്മിനെ ഞാനൊന്ന് ഇങ്ങനെ എഴുതിക്കോട്ടെ, √m × √m. √m × √m = m ആണ്. ഇൻറ്റു √2 × കൈനറ്റിക് എനർജി ബൈ √m. അപ്പോൾ ഈ √m ഈ √m ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ h/2 കൈനറ്റിക് എനർജി ഇൻറ്റു എം റൂട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇങ്ങനെ എടുത്തൂടെ. അപ്പോൾ h/√2m കൈനറ്റിക് എനർജി. ഇതെന്തിനാ തന്നത് വെച്ചാൽ ചില ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറയും. ഫൈൻഡ് ഔട്ട് ദ വേവ് ലെങ്ത് ഓഫ് എ പാർട്ടിക്കിൾ ഹൂസ് കൈനറ്റിക് എനർജി ആൻഡ് മാസ് ഇസ് ഗിവൺ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ കൈനറ്റിക് എനർജി ഉണ്ട്, മാസ് ഉണ്ട്, ഞാൻ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഒന്നുമില്ല, ഇത് മാത്രം പഠിച്ചാൽ മതി. ലാംഡ = h/mv, ലാംഡ = h/p, ലാംഡ = h/√2 × കൈനറ്റിക് എനർജി × m. 2 × കൈനറ്റിക് എനർജി × m, അതിനൊരു റൂട്ടും കൂടെ ഇട്ട് കൊടുത്ത ഇക്വേഷൻ. അപ്പോൾ 3 ഇക്വേഷൻ കിട്ടി. ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട കേട്ടോ, ഞാൻ വേണം ഒന്നുകൂടെ പറഞ്ഞുതരാം. കൈനറ്റിക് എനർജീൻ്റെ ഫോർമുല ½ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് v കിട്ടും. v കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റൂട്ട് ഉണ്ട്, ഇവിടെ ഒരു m ഉണ്ട്. നമ്മളത് എങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് വെച്ചാൽ m എന്ന് പറയുന്നത് √m × √m ചെയ്തു, ക്യാൻസൽ ചെയ്തു, നമുക്ക് കിട്ടി. അപ്പോൾ അടുത്ത വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്താ? ബുക്ക് എടുത്തോളൂ. ബുക്കിൽ എന്ത് ചെയ്തേക്കുക, ഈ ഇക്വേഷൻ അങ്ങ് ഇപ്പം തന്നെ എഴുതി വെച്ചു. കാരണം ഉറപ്പാണ് നിങ്ങൾക്ക് 2 മാർക്ക് ഇതിൽ നിന്ന്. ഇതാ 3 ഇക്വേഷനായി ഡി ബ്രോളീൻ്റെ ആ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ വെച്ചിട്ട് അദ്ദേഹം ഇക്വേഷൻ തന്നു. ലാംഡ = h/mv. അപ്പോൾ നമുക്ക് എന്ത് ലാംഡ = h/p ഓർ ലാംഡ = h/√2m2. നിങ്ങൾ എളുപ്പത്തിൽ 2m × കൈനറ്റിക് എനർജി പഠിച്ചു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സംഭവം എന്തിലേക്ക് എത്തിച്ചത്? ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് എത്തിച്ച ഒരാൾ. അപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ്? Towards quantum mechanical model, there was 2 main postulates or theories which enable us to move on to the quantum mechanical model. The first one was dual behavior of matter. Radiation alla, dual behavior of matter. Louis de Broglie proposed that like radiations, matter also possesses both wave nature and particle nature. Dual alla, dual nu rendu. Dual nature, it's having both wave nature and particle nature. If a matter is having a mass of m and velocity of v, then the wavelength of that particle is given by the equation lambda = h/mv, where h is Planck's constant, m is velocity, m is mass and v is velocity, or lambda = h/p. P is momentum. Again one more equation, lambda = h/√2 × kinetic energy into m. ഇത് റൂട്ടിൻ്റെ ഉള്ളിലാണ്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്തത് എന്താണ്? നമ്മൾ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഇതിൽ പ്രോബ്ലം ഉണ്ട് കേട്ടോ. എല്ലാ പ്രോബ്ലം കൂടെ ഞാൻ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്തായാലും പ്രോബ്ലംസ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നെക്സ്റ്റ് ഏതാണ്? നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് ഞാൻ ബോറിൻ്റെ മോഡൽ പറഞ്ഞപ്പോൾ പറഞ്ഞു ബോർസ് തിയറി വാസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ നെക്സ്റ്റ് ക്ലാസ് പറഞ്ഞു. അപ്പോൾ അത് പറയാൻ നല്ല ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇത്. അപ്പോൾ നോക്കാം എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഹൈസൻബർഗ്സിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നതിൻ്റെ മുന്നേ സിഗ്നിഫിക്കൻസ് ഓഫ് ഡി ബ്രോളി ഇക്വേഷൻസ് ഉണ്ട്. അതായത് സിഗ്നിഫിക്കൻസ് ഈ ഡി ബ്രോളി ഇക്വേഷൻ കൊണ്ട് എന്താണ് നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആണോ എന്നുള്ളത്, സിഗ്നിഫിക്കൻ അതിൻ്റെ എന്താണ് യൂസ്ഫുൾ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡി ബ്രോളി പറഞ്ഞു മാറ്ററിന് പാർട്ടിക്കിളും വേവ് നേച്ചറുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം പെന്നിന് ഇപ്പോൾ ഒരു പെന്നൊരു മാറ്റർ ആണല്ലോ, വെദർ ഇറ്റ് ഈസ് ഹാവിങ് എ പാർട്ടിക്കിൾ ആൻഡ് എ വേവ് നേച്ചർ. പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് നമുക്കറിയാം, ഇതിനും വേവ് നേച്ചർ ഉണ്ടോ വേവ് ലെങ്ത് ഉണ്ടോ നിങ്ങൾ ചിന്തിക്കാം. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് മെയിൻലി ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിളിൽ മാത്രമേ ഡി ബ്രോളീൻ്റെ ഒക്കെ തിയറി ഉള്ളൂ. അതായത് മാക്രോസ്കോപ്പിക്, അതായത് വലിയ നമ്മുടെ ലൈഫിലൊക്കെ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസാണ് അല്ലേ, പെന്ന്, പെൻസില്, ബുക്ക്, സ്കെയില്. അപ്പോൾ ഈ മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിലൊന്നും ഈ ഒരു തിയറി ആപ്ലിക്കബിൾ അല്ല. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. എന്തുകൊണ്ട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ലാംഡ = h/mv അല്ലേ, മാസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു പെന്നിനെ ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ മാസ് വലുതാണ്. മാസ് താഴെ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ വലുതാവുമ്പം വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ എന്തായിരിക്കും, വളരെ കുഞ്ഞു ചെറുതായിരിക്കും. അപ്പോൾ ഇവരുടെ നമ്മളെപ്പോഴും ഡി ബ്രോളീൻ്റെ ഒക്കെ കൺസെപ്റ്റ് എപ്പോഴും മാക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൽ ആപ്ലിക്കബിൾ അല്ല. ഇറ്റ് ഇസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ, അതുപോലത്തെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൽ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ അടുത്ത പോകുന്ന ഏതാണ്?
ഹൈസൻബർഗ്സ് അൺസർട്ടേണിറ്റി പ്രിൻസിപ്പിൾ. എന്തോ ഒരു ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാണ് എന്തോ സർട്ടൻ അല്ലാത്ത കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ. അതായത് ഹൈസൻബർഗ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് എന്തോ സർട്ടൻ അല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് പറയുകയാണ്. യെസ്, അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ സെൻറ്റൻസിൽ പറഞ്ഞത് അക്കോർഡിംഗ് ടു ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ബോത്ത് ദി പൊസിഷൻ ആൻഡ് മൊമെൻറ്റം സൈമിൾട്ടേനിയസ്ലി ഫോർ എ സബാറ്റോമിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ. ഇതാണ് ഞാൻ ഇത്രയും കാലം പഠിച്ചത്. ഇപ്പം നമ്മൾ ചില ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങളോട് എത്രയൊക്കെ ബൈഹാർട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളത് ഓട്ടോമാറ്റിക്കലി ബൈഹാർട്ട് ചെയ്തു പോകും. ഞാനിതാ പഠിച്ചത്. അക്കോർഡിംഗ് ടു Heisenberg uncertainty principle, it is impossible to determine both the position and momentum of a subatomic simultaneously for a subatomic particle like electron. എന്താ മനസ്സിലായോ? അതായത് സബാറ്റോമിക് പാർട്ടിക്കിൾ, അതായത് കുഞ്ഞു പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോണിൻ്റെ പൊസിഷൻ, മൊമെൻറ്റം, പൊസിഷനും മൊമെൻറ്റവും, അതായത് ഒരു സബാറ്റോമിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റും സൈമിൾട്ടേനിയസ്ലി ഒരേ സമയത്തിൽ സൈമിൾട്ടേനിയസ്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ദി പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓർ വെലോസിറ്റി കേട്ടോ. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റിയാണ്. മാസ് ഒരിക്കലും മാറില്ലല്ലോ. അപ്പോൾ ഏതാളെടുത്താലും മാസ് മാറില്ല, വെലോസിറ്റിയിലല്ലേ മാറുള്ളൂ. അപ്പം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ബോത്ത് ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് ഈ സബാറ്റോമിക് പാർട്ടിക്കിൾ. കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നല്ല, സൈമിൾട്ടേനിയസ്ലി. അതായത് ഞാൻ ഈ ഒരു സെക്കൻഡിൽ ഇതിൻ്റെ പൊസിഷനും ഈ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയും ഒരു സമയത്ത് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ അത് പറ്റില്ല എന്നാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. സോ വാട്ട് വാസ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? അക്കോർഡിംഗ് ടു ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ it states that it is impossible to determine both the position. It is impossible to determine both the position and momentum simultaneously for a subatomic particle like electron. അതായത് സൈമിൾട്ടേനിയസ് ആട്ടോ, എനിക്ക് ഇപ്പോൾ പൊസിഷൻ കണ്ടുപിടിക്കാം, പിന്നെ കുറേ കഴിഞ്ഞിട്ട് അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. അതായത് സൈമിൾട്ടേനിയസ് ആയിട്ട് പൊസിഷനും വെലോസിറ്റിയും കണ്ടുപിടിച്ചാൽ അതിൽ സൈമിൾട്ടേനിയസ് ചിലപ്പോൾ പൊസിഷൻ കറക്റ്റ് ആയിരിക്കും, വെലോസിറ്റി എന്തായിരിക്കും, ഞാൻ എടുക്കുന്ന വാല്യൂ ആക്യുറേറ്റ് ആയിരിക്കില്ല. ഇനിയിപ്പം വെലോസിറ്റീൻ്റെ വാല്യൂ കറക്റ്റ് ആണെങ്കിൽ പൊസിഷൻ ആ സമയത്ത് അതിൻ്റെ പൊസിഷൻ അതായിരിക്കില്ല. അതാണ് പറഞ്ഞത്, രണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഹൗ വി ആർ ഗോയിങ് ടു എക്സ്പ്രസ് ഇറ്റ് മാത്തമാറ്റിക്കലി ഹൈസൻബർഗ് പറഞ്ഞു ദാറ്റ് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക. ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് വെച്ചാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. അതായത് ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഇനി നമുക്ക് ഇതിന് ഒന്നുകൂടെ എഴുതാം. മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ, പി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു മാസ് ഒരിക്കലും മാറൂലല്ലോ. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ അത് മാസിന് എപ്പോഴും ഉണ്ടാവും, വെലോസിറ്റിയാണ് മാറുക. അപ്പോൾ delta p is equal to m into v, or delta x is equal to m into delta v greater than or equal to h by 4π, or delta x into delta v greater than or equal to h by m into 4π. കണ്ടോ? അപ്പം ഇതാണ് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. പറഞ്ഞ് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ബോത്ത് ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം സൈമിൾട്ടേനിയസ്ലി ഫോർ എ സബാറ്റോമിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ. അതായത് നമ്മൾ ഇപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ഞാൻ പൊസിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അതിൻ്റെ പൊസിഷൻ അതായിരിക്കില്ല. പൊസിഷൻ ഞാൻ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഞാൻ കണ്ടുപിടിച്ചത് തെറ്റായിരിക്കും. അപ്പം നിങ്ങളായിരിക്കും അതെങ്ങനെയാണ് അങ്ങനെയല്ലേ. ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന എൻ്റെ പൊസിഷനും ഞാനിപ്പോൾ മൂവ് ചെയ്യേണ്ട എൻ്റെ വെലോസിറ്റി നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ വരും. മൂവ് ചെയ്യുന്ന എന്താ നമ്മൾ കണ്ടുപിടിച്ചൂടെ? ഇവിടെ എന്താ പറഞ്ഞാൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ, കുഞ്ഞി പാർട്ടികൾ പോലത്തെ ഇലക്ട്രോൺ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇലക്ട്രോണിനെയാണല്ലോ. അപ്പോൾ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം കേട്ടോ, മനസ്സിലാവാൻ ഏറ്റവും എളുപ്പത്തിൽ. ഒരു ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് ഇലക്ട്രോണിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ളൊരു പാർട്ടിക്കിളാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഐ എം ഗിവിങ് റേഡിയേഷൻ അല്ലേ. നമ്മൾ കണ്ടുപിടിക്കാൻ കണ്ണോട് നോക്കിയിട്ടൊന്നുമില്ല കണ്ടുപിടിക്കാൻ, നമ്മൾ നല്ല മൈക്രോസ്കോപ്പും അതിനുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വി ഹാവ് ടു പാസ് ദ റേഡിയേഷൻ ത്രൂ വിച്ച്. അപ്പോൾ റേഡിയേഷൻ നമ്മളൊരു ലൈറ്റ് ഫോട്ടോണിനെ കൊടുക്കുകയാണ്. നമ്മളൊരു ഫോട്ടോണിനെ ഈ ഒരു ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒബ്സേർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫോട്ടോൺ, അതായത് ഒരു എനർജി
അത് കൊടുക്കുന്ന സമയത്ത് ഈ ലൈറ്റ് എന്ത് പോയി ഇവിടെ പോയി ഹിറ്റ് ചെയ്തിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ? ആ ലൈറ്റ് എനർജി അവിടെ പോയിട്ട് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് മനസ്സിലായി ഇതിൻ്റെ പൊസിഷൻ ഇതാണേ. അപ്പോൾ ഈ ലൈറ്റ് ഇവിടെ ഹിറ്റ് ചെയ്യണ സമയത്ത് തന്നെ വാട്ട് ഹാപ്പൻ, ഇതിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് എനർജി അബ്സോർബ് ചെയ്യും. ഈ ലൈറ്റിൻ്റെ എനർജി അബ്സോർബ് ചെയ്യും. എനർജി അബ്സോർബ് ചെയ്ത് എന്താവും, അതിൻ്റെ വെലോസിറ്റി മാറും അല്ലേ? അതിൻ്റെ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി മാറും. അപ്പോൾ പൊസിഷൻ കറക്റ്റ് ആണെങ്കിലും വെലോസിറ്റി എന്തായി ഉണ്ടാവും, ചേഞ്ച് ആയിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത്രയും മൈന്യൂട്ടായിട്ടുള്ളൊരു പാർട്ടിക്കിളാണ്. അപ്പം അത്രയും മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിളുടെ പൊസിഷനും മൊമെൻറ്റും സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സിഗ്നിഫിക്കൻസ്. എന്താണ് ഇതിനെ കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ്? ഇതും ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. അതായത് കാറ്, ബസ്, ലോറിയൊക്കെ നമ്മുടെ മുന്നിലുള്ള ഒരു പെന്ന്, ഇതിനൊന്നും എന്തില്ല, ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ microscopic particle. Question ചോദിക്കാം, I will say straight true or false. That is, Heisenberg's uncertainty principle is applicable only for microscopic particle. True. അത് മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൽ വരുന്നില്ല. ഇത് ഞാൻ തന്നെ നെറ്റിൽ നോക്കിയപ്പോൾ ഒരു ക്വസ്റ്റനിൽ കണ്ടു. അപ്പം ഈ ഹൈസൻബർഗും പിന്നെ ഡി ബ്രോഗ്ലിൻ്റെ ഇക്വേഷനൊക്കെ ആപ്ലിക്കബിൾ ഓൺലി ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് സിഗ്നിഫിക്കൻസ് ഓഫ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ കഴിഞ്ഞത്. അപ്പം നോട്ട്സ് ഉണ്ടല്ലോ, ഞാനിതിങ്ങനെ പെട്ടെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതി വെച്ചത്. ഇതൊന്ന് നോക്കി എഴുതുന്നുണ്ട്. നോട്ട്സ് എവിടെ ഉണ്ടാവും, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നോട്ട്സ് കൃത്യമായിട്ട് തരുന്നുണ്ട്, അതന്നെ നിങ്ങൾ പഠിച്ചാൽ മതിയാവും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സിഗ്നിഫിക്കൻസ്, ഈ ഒരു ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ കൊണ്ട് നമുക്ക് കിട്ടിയ ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇറ്റ് റൂൾസ് ഔട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്ത് ഓർ ട്രജക്ടറീസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് അതർ സിമിലർ പാർട്ടിക്കിൾ. അതായത് ഇത് പറയുകയാണ്, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇലക്ട്രോൺ ഇന്ന പാത്തിൽ തന്നെ ഉണ്ടാവുന്നൊന്നുമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ പൊസിഷനും മൊമെൻറ്റും ഒരു സമയത്ത് ഇതാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി വേറെ ആയിരിക്കും. അപ്പം അത് റൂൾസ് ഔട്ട് ചെയ്യുക, അത് അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഓഫ് പാത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രജക്ടറീസ് ഉണ്ട് എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്തു. അതായത് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. പിന്നെ ഇത് ഞാൻ പറഞ്ഞു, ദി ഇഫക്റ്റ് ഓഫ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ആപ്ലിക്കബിൾ ഓൺലി ഫോർ ദ മോഷൻ ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. ഇലക്ട്രോൺ പോലെയുള്ള പാർട്ടിക്കിളിൽ മാത്രമാണ് ഈ ഒരു ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വർക്ക്ഔട്ട് ആവുന്നുള്ളൂ. മാക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൽ ഇതില്ല എന്നുള്ളതാണ്. പിന്നെ ദ പ്രിസൈസ് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ എപ്പോഴും പറയില്ല ഇത് ഇലക്ട്രോൺ അവിടെ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ മൊമെൻറ്റം, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പകരം ദർ ഇസ് എ പ്രോബബിലിറ്റി ഓഫ് സീയിങ് ദ ഇലക്ട്രോൺ ഇൻ ദാറ്റ് പൊസിഷൻ, അല്ലെങ്കിൽ അങ്ങനെ നമുക്കിനി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയാൻ പറ്റില്ല. അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല ദ ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് ഷെൽ, അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അതിനെ പറ്റി ഇപ്പോൾ എന്ത് പറയണം, ദർ ഇസ് എ പ്രോബബിലിറ്റി ഓഫ് സീയിങ് ദ ഇലക്ട്രോൺ ഇൻ ദിസ്. അതുപോലെ പ്രോബബിലിറ്റി എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പ്രിസൈസായിട്ട് നമുക്ക് അതിൻ്റെ പൊസിഷൻ മൊമെൻറ്റവും പറയാൻ പറ്റത്തില്ലാത്ത സ്ഥിതിക്ക്, സോ ദ പ്രിസൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പൊസിഷൻ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഹാവ് ടു ബി റീപ്ലേസ്ഡ് ബൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബബിലിറ്റി ദാറ്റ് ദ ഇലക്ട്രോൺ അറ്റ് എ ഗിവൻ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് പ്രിസൈസായിട്ട് പറയാൻ പറ്റില്ല ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ഈ ഒരു വെലോസിറ്റിയിൽ ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ നിൽക്കുന്നു നമുക്ക് പറയാൻ പറ്റുന്നില്ല. സോ ദിസ് വാസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നിങ്ങൾ ഈ സിഗ്നിഫിക്കൻസ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് അങ്ങ് തുറന്നാലുണ്ടല്ലോ ഒന്നും മനസ്സിലാവില്ല. ഒന്നും മനസ്സിലാവുന്നില്ല എന്നല്ല, മനസ്സിലാവും, പക്ഷേ കുറേ എന്തൊക്കെയോ എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് ഷോർട്ട് ഫോം ആക്കിയിട്ട് ഇവിടെ തന്നേ ഉള്ളൂ. എക്സ്പ്ലനേഷനൊക്കെ ഒന്ന് വായിച്ചു നോക്കട്ടോ. ഒരു പോയിൻറ്റും NCERT മിസ് ചെയ്യരുത് നിങ്ങൾ ഈ എൻട്രൻസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാൻ, മനസ്സിലാവാത്ത കാര്യം കമൻസിൽ ഇട്ടോളൂ. പിന്നെ നമുക്ക് ഫസ്റ്റ് ലെസൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ നടത്താനുണ്ട്, എല്ലാവരും അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ടെസ്റ്റ് പേപ്പർ നടത്താൻ. ഓക്കെ, താങ്ക് യു. പിന്നെ നോട്ട്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്.